ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shameeskitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഉപ്പിലിട്ടത്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉപ്പിലിടുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൽ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് പുറത്തുള്ള സ്കിന്നുണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് ചെറിയൊരു പീലർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിന് വേണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോഴും മാത്രമേ നമുക്കിതുപോലെ ഈ ഒരൊറ്റ പീസായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പൈനാപ്പിളാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉപ്പിലിടാവുന്നേ ഉള്ളൂ. അപ്പോൾ പൈനാപ്പിൾ അധികം നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ നോക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ പഴുത്ത പൈനാപ്പിളാണിത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെറിയ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്തതുപോലെ തന്നെ പൈനാപ്പിളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ്. അതായത് നമ്മുടെ കുക്കുംബർ, കക്കിരി എന്നും പറയും. അപ്പോൾ നമ്മൾ സാധാരണ കറി വെക്കാൻ വേണ്ടി എടുക്കില്ലേ വെള്ളരിക്ക, ആ വെള്ളരിക്ക എടുക്കരുത്. ഇതുപോലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടും സാലഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുക്കുംബറാണ് വേണ്ടത്. അതും ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് പേരയ്ക്ക കൂടി എടുത്തിട്ടുണ്ട്. പേരയ്ക്ക ഉപ്പിലിട്ട് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ പേരയ്ക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്ത പേരയ്ക്ക വേണം എടുക്കാനായിട്ട്. അതായത് നല്ല പച്ച പേരയ്ക്കയിൽ നമുക്ക് ഉപ്പിലിടാം. പക്ഷേ പച്ച പേരയ്ക്കയിൽ നമ്മൾ ഉപ്പിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാരക്കയൊക്കെ ഉപ്പിലിട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മധുരമുള്ള പേരയ്ക്കയിൽ ഉപ്പിടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഞാനിത് കുറച്ച് സമയം അരിഞ്ഞു വെച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം, പേരയ്ക്കയുടെ പുറം ഭാഗം ഒന്ന് കറുത്ത് പോകും. അതിൻ്റെ പേരിലാണ് കേട്ടോ ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെള്ളമൊക്കെ നമ്മൾ സാധാരണ ഉപ്പിലിടേണ്ട വെള്ളമൊക്കെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പേരയ്ക്ക അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ പേരിലാണ് അത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഉപ്പിലിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാം. ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബോട്ടിലാണോ ഇട്ട് വെക്കേണ്ടത് ആ ബോട്ടിലൊന്ന് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലേക്ക് ഉപ്പിലിട്ടത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാതിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടെങ്കിൽ മാത്രമേ കുറച്ചധികം ദിവസം അതൊക്കെ പൂക്കാതെ ഇരിക്കുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ പൈനാപ്പിളും പിന്നെ ഇതുപോലെ നമ്മുടെ പേരയ്ക്കയൊക്കെ നന്നായിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേരയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അപ്പോൾ ആ വെള്ളം വന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അതല്ലാതെ പച്ച വെള്ളത്തിലേക്ക് ഇടരുത്, എങ്കിൽ പിന്നെ അത് പൂത്തു പോകും. അതിൻ്റെ പേരിലാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി. അപ്പോൾ പച്ചമുളക് വന്നിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതുപോലെ രണ്ടായിട്ട് നേരെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ എരിവ് അതിൽ ഇറങ്ങിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മുളകെല്ലാം നമ്മൾ ഇതിന് സൈഡിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കണം. ഈ ഒരു രീതിയിലൊന്ന് ഇറക്കി വെച്ചിരുന്നാൽ മതിയാവും. കറക്റ്റായിട്ട് അതിലേക്ക് എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഓരോ മുളകും അതിലേക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കുക്കുംബറിലും ക്യാരറ്റിലും ഒക്കെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുപ്പിയിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ഉപ്പിലിട്ട അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കൂടുതൽ തന്നെ വെള്ളം വേണം നമുക്കിതിലേക്ക്. നമ്മുടെ ബോട്ടിലൊക്കെ ഒന്ന് നിറഞ്ഞ് കിട്ടാനും ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഏകദേശം 3/4 പാത്രത്തോളമാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിതാ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. എപ്പോഴും ഉപ്പിലിട്ടതിന് അത്യാവശ്യം കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരളവിനാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും പിന്നീട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ ഉപ്പിലിട്ട ഇതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് തോന്നും. അതായത് നമ്മുടെ ക്യാരറ്റിലേക്ക് കുറച്ച് മധുരം പിടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ കുക്കുംബറിലേക്ക് മധുരം പിടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇത് വന്നിട്ട് കുറച്ച് എരിവും കുറച്ച് പുളിപ്പും കുറച്ച് മധുരമൊക്കെ ആയിട്ടൊരു സ്പെഷ്യൽ ഉപ്പിലിട്ടത് തന്നെയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഈ പഞ്ചസാര ചേർക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മധുരം ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളവർക്ക് നമുക്ക് ഈ പഞ്ചസാര ഒഴിവാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു അളവിൽ നിങ്ങളിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് തന്നെ തയ്യാറാക്കി നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വിനാഗിരിയും കൂടി. അപ്പോൾ ഈ വിനീഗർ ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പ് നമ്മുടെ ഉപ്പിലിട്ടതിന് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് ദിവസം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അതങ്ങനെ കുറച്ച് ദിവസവും നമ്മളിതിങ്ങനെ വെച്ചിരിക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം തീർത്തേക്കും. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കാം. വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ വെള്ളം തണുപ്പിക്കണം. അതായത് ഒരല്പം പോലും ചൂട് വേണ്ട. ചൂടില്ലാതെ സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിലെ നോർമൽ വെള്ളം ഉണ്ടല്ലോ അതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതായത് ഫ്രിഡ്ജിൽ കൊണ്ടൊന്നും വെക്കരുത്. അതല്ലാതെ തന്നെ ഇങ്ങനത്തെ അങ്ങനെ ഇരുന്നിട്ട് ഈ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടണം. കാരണം ചെറിയ ചൂടുണ്ടെങ്കിലും നമ്മുടെ ഈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ആ കുഴഞ്ഞു പോകുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് അങ്ങ് നഷ്ടപ്പെടും. നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ അങ്ങ് കുഴഞ്ഞ ഒരു മട്ടിലായിരിക്കും ഉണ്ടാവുക. അതല്ല നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല ക്രഞ്ചി ആയിട്ട് ഉണ്ടാവും കഴിക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്നിരുന്ന് തണുക്കട്ടെ. നമ്മുടെ ഉപ്പിലിടേണ്ട ബോട്ടിലൊക്കെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളം എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് നിറയെ വരുന്നത് വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മളിത് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അതായത് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിവൊന്നും അതിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരു 6-7 മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതായത് രാവിലെ നമ്മളിത് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഇതെടുക്കാം. അത്രയും മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ഉപ്പിലിട്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിലേക്ക് വെയിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇതിൽ എരിവും പുളിപ്പും അതുപോലെ തന്നെ ഈ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയും പെട്ടെന്ന് എടുത്ത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.